ഈ ആഴ്ച റിലീസ് ചെയ്ത വാഴ എന്ന സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഈ ആഴ്ച 2 സിനിമകളാണ് കണ്ടത്. ഫസ്റ്റ് കണ്ടത് വാഴയാണ്. ജിത്തു ജോസഫിന്റെ നുണക്കുഴിയാണ് മറ്റൊരു സിനിമ. എനിക്ക് വിപിൻ ദാസിന്റെ ഗുരുവായൂർ അമ്പലനടയിലിനേക്കാൾ എനിക്ക് ജയ ജയഹയാണ് ഇഷ്ടപ്പെട്ടത്. ബേസിലിന്റെ തകർത്ത അഭിനയമുള്ള സിനിമ. അപ്പോൾ ആ സിനിമയിൽ വിപിൻ ദാസിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സിനിമ എന്ന രീതിയിലായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോയത്. പിന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് യുവാക്കൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നൊരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കി. അതൊരു പക്ഷെ ആവേശത്തിന്റെ ഒരു തരത്തിലുള്ള കോപ്പിയടിയാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഏതാണ്ട് ആ രീതിയിലുള്ള പാറ്റേണിലാണ് കടന്നു പോയിട്ടുള്ളത് സിനിമ. അതായത് ഈ ഡാർക്ക് കോമഡിയില്ലേ, ആ ഡാർക്ക് കോമഡിയെ എന്താ പറയാ, അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ചില സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ചില ഡയലോഗ്സ്, ചില സീക്വൻസുകൾ ഈ സിനിമയിൽ വന്നു എന്നുള്ളത് ഒരു സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ, ഇതിനെ എന്താ പറയുക, നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ സിനിമയുടെ പാളിച്ചയാണ് അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് വിലയിരുത്തപ്പെടേണ്ടി വരും. ആവേശം അങ്ങനെ തന്നെയായിരുന്നു. ഡാർക്ക് കോമഡിയും ഡാർക്ക് സീക്വൻസുകളും കുത്തി നിറച്ച് അതിൽ തമാശയുടെ വെമ്പടി ചേർത്തപ്പോൾ ആളുകൾക്ക് അതിലെ എന്താ പറയുക പ്രയാസങ്ങൾ, ചതികൾ മനസ്സിലാവാണ്ട് കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. വാഴ എന്ന സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്, നമ്മൾ പറയാറില്ലേ ചില കുട്ടികളെ നോക്കിയിട്ട് പിന്നെ ഇതിനേക്കാൾ നല്ലത് വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നില്ലേ, ഇത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ആകെത്തുക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ വാഴയെ ഇങ്ങനെ പറയുന്നത് എന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. സത്യത്തിൽ വാഴയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതോ അല്ലെങ്കിൽ ഉപയോഗയോഗ്യമായിട്ടുള്ള ഒരു ചെടിയാണ് വാഴ എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. എന്നിട്ടും വാഴയാണ് എന്താ പറയുക, പേടായി പോകുന്ന ചില മക്കൾക്ക് പകരമായിട്ട് വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഈ സിനിമയുടെ ചർച്ചയുടെ എവിടെയോ ഒരു ഭാഗത്ത് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയവും അതുതന്നെയാണ്. വളരെ തല്ലിപ്പൊളിയായിട്ടുള്ള 4-5 ചെറുപ്പക്കാർ, അവര് 10ാം ക്ലാസ് അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവൽ മുതൽ +2 പിന്നെ എഞ്ചിനീയറിങ് തുടങ്ങിയ മേഖലകളിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് കൂടി ചേരുമ്പോഴാണ് ഈ കൂട്ടുകെട്ടുണ്ടല്ലോ, മോശം കൂട്ടുകെട്ടിൽ ചെന്നുപെടുമ്പോൾ അവരുടെ എല്ലാ മോശം വശങ്ങളിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുക എന്ന് ഈ ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, യുവാക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയുടെ ടിക്കറ്റ് മുഴുവൻ വിറ്റു പോകുന്നത് യൂത്താണ്. അത് കഴിഞ്ഞാണ് ഇനി ഫാമിലിക്കൊക്കെ പോകുന്നത്. അപ്പം മുഴുവൻ ടിക്കറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് വിട്ടിറങ്ങുന്നത് യൂത്തന്മാരാണ്. അവരൊക്കെ തന്നെ ഒരുവിധം ഇത് ചിരിച്ച് ആസ്വദിച്ച് ഇതിന്റെ കണ്ടന്റ്, ഇതിന്റെ ഒരു കോറുണ്ടല്ലോ, ഇതിന്റെ കോറെന്ന് പറയുന്നത് സത്യത്തിൽ കൂട്ടുകെട്ടിലൂടെ പോയി അവസാനം നമ്മൾ ഒരു പ്രായം കടന്നു പോകും. ഈ സിനിമയുടെ എൻഡിൽ മിക്കവാറും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു പഠനത്തിന്റെ കാലം കടന്നുപോയി. പിന്നീട് ജോലി വേണം, പിന്നെ ജീവിതം കെട്ടിപ്പടുക്കേണ്ട ഒരു സമയം വരും. ആ സമയമാകുമ്പോഴേക്ക് കയ്യിൽ ഒരു ഡിഗ്രിയോ കയ്യിൽ സ്വന്തമായ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് കരിയറോ ഇല്ലാതെ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന, പിന്നെയും ഒരു പ്രായത്തിന്റെ വലിയൊരു കടമ്പ കടന്നു കഴിഞ്ഞതിന് ശേഷം ജീവിതം കെട്ടിപ്പടുക്കേണ്ട സമയത്ത് പോലും അച്ഛനെയോ അമ്മയോയിലേക്കോ തിരികെ വന്ന്, അതായത് ആ യൂത്തായിട്ട് നിൽക്കുന്ന, യങ്ങായിട്ട് നിൽക്കുന്ന സമയമല്ലേ കോളേജ് ടൈമൊക്കെ, ആ ടൈമിൽ അടിപൊളിയായിട്ട് പോകും. ആ സമയത്ത് അച്ഛൻ അമ്മ അങ്ങനെയുള്ള കൺസെപ്റ്റ് ഫാമിലി ഒന്നുമില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി അവസാനം നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഈ വാഴയിലുള്ള ആ തല്ലിപ്പൊളിയായിട്ടുള്ള എല്ലാവരും ആശ്രയിക്കുന്നത് സ്വന്തം അച്ഛനെയോ അമ്മയോ ആണ്. അവരിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് ഈ ഒരു പ്രായം കടന്നുപോയ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, കാരണം അക്കാഡമിക്കലായ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, പല സബ്ജക്റ്റുകളും അവർക്ക് മിസ്സായിട്ടുണ്ട്, ഫെയിൽഡ് ആണ്. അത്തരത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് സ്വന്തമായ എന്തെങ്കിലും ഒരു വരുമാനത്തിനുള്ള കാര്യം തുടങ്ങണമെങ്കിൽ അവിടെയും നല്ലോണം പ്രായമായിട്ടുള്ള ഈ അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എടുക്കേണ്ടി വരിക. അങ്ങനെ വാഴകളായിട്ടുള്ള ഈ മക്കൾ നടത്തുന്ന ചില ബിസിനസ്സിനും അവര് കരിയറിൽ ഇതുവരെ പിന്തുടർന്ന് പോന്നിരുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ സത്യത്തിൽ ഇതിനൊരു മാനസിക വശം കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവർ കടന്നു പോകുന്ന വഴികളിലൊന്നും തന്നെ അവർ ബുദ്ധിപരമായ ചിന്തയ്ക്കൊന്നും പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്തൊരു പ്രോസസ്സ്, ഒരു ഘട്ടത്തിൽ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുമ്പോൾ പോലും അവര് ശരിയായൊരു പഠനം നടക്കുകയോ അത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നില്ല എന്നുകൂടി ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലും ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിലും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ സിനിമ കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പം
ഇത് ഈ രീതിയിൽ എടുക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അവർ ആസ്വദിക്കുന്ന അതിലെ ഡാർക്ക് കോമഡികൾ തന്നെയാണ്, ദുരന്തമാണ്. അതായത് പറയുന്നത് ഇവർ തെറ്റായി ചെയ്യുന്ന പല പോയിന്റ്സുകളും തമാശ ചേർത്ത് അവതരിപ്പിക്കുമ്പോൾ അത് ശരിയായി നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ബിന്ദാസിന്റെ രചനയിലുണ്ട്. അതുപോലെ തന്നെ ആനന്ദ് മേനോനാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞാലും സിനിമ തിയേറ്ററിൽ ചിരി പടക്കങ്ങൾ മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയ പോലെ പട്ടക്കം പൊട്ടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇന്റർവെൽ എന്നാവുന്നത് നമ്മൾ അറിയുന്നില്ല. അത് കഴിഞ്ഞ് ഇന്റർവെല്ലും കഴിഞ്ഞിട്ട് പടം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ട്രാക്ക് ഒന്ന് മാറി, കോമഡിയുടെ ട്രാക്കിൽ നിന്ന് പെട്ടെന്ന് ഇമോഷണൽ ട്രാക്കിലേക്ക് വീണ് പോകുന്ന സിനിമ. ആ ഇമോഷണൽ ട്രാക്ക് നല്ല രസമായിട്ട് വന്ന സമയത്ത് പിന്നെ കുറച്ച് ലെങ്ത് കൂടിയ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, നാടകീയത വളരെ കൂടി പോവുകയാണ്. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഡോക്യുമെന്ററി ശൈലിയിലേക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുക. പെട്ടെന്ന് ആ ട്രാക്കിൽ നിന്ന്, ഇമോഷണൽ ട്രാക്കിൽ നിന്ന് പെട്ടെന്ന് വീണ്ടും ട്വിസ്റ്റ് ചെയ്തു, വീണ്ടും കോമഡിയുടെ ട്രാക്കിലേക്ക് കയറ്റി ഇട്ടിട്ടാണ് പിന്നെ സിനിമ എൻഡ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സിനിമ ആസ്വാദനം, അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്താൽ നമ്മൾ ഗംഭീരമായി ആസ്വദിച്ച് സിനിമ കാണും. ആ തരത്തിലുള്ളൊരു നല്ല രസകരമായ സിനിമയാണ്. പക്ഷെ ഇതിന്റെ ഒരു കോർ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. തല്ലിപ്പൊളികളായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ചതിക്കുഴികളും അപകടങ്ങളും ഇതിനകത്ത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഇന്നർ ടെക്സ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കുകയാണ് ഈ സിനിമയുടെ ഭാഗമായി ഇത് കാണുമ്പോൾ ചെയ്യേണ്ടത്. അതിനനുസരിച്ച് ഈ പുതിയ തലമുറയിലുള്ള കുട്ടികളും അവരുടെ ജീവിതത്തിൽ പഠിക്കാൻ കിട്ടുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ, നമ്മുടെ ടൈം കഴിഞ്ഞാൽ പിന്നെ 19 വയസ്സിലുള്ള ആള് ചെയ്യുന്ന ഒരു വർക്കിലേക്ക് പിന്നെ ഒരു 30 വയസ്സായ ആൾക്ക് +2ലേക്ക് പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് ഒരുപാട് പ്രാക്ടിക്കൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ വാഴ ഒരു മനോഹരമായ പിക്ചറാണ്. പക്ഷെ ഈ രീതിയിൽ ഇതിനെ ആസ്വദിക്കണം എന്ന് മാത്രം. അല്ലെങ്കിൽ ഇതിലെ ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ്, ഒരു കോർ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സിനിമ ആസ്വദിക്കുകയും ചെയ്യാം. അതിൽ നല്ലൊരു തിരിച്ചറിവിലേക്കും കൂടി വരേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.